അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇതൊരു പവിത്രമാക്കപ്പെട്ട കല്യാണ വേദിയിൽ നടന്ന ഒരു കോപ്രായമാണ് യഥാർത്ഥത്തിൽ. അലൻ ജോസ് പെരേര എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഏതൊരു വ്യക്തി എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് തുള്ളിക്കൊടുക്കുന്ന, എങ്ങനെയെങ്കിലും ആളുകളുടെ മുമ്പിൽ ഫേമസ് ആകണം, അതിലൂടെ വരുമാനമുണ്ടാക്കി ജീവിക്കുന്ന അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ കല്യാണ സദസ്സിലേക്ക് കടന്നു വന്നത്. ഞാൻ ചിന്തിക്കുന്നത്, ഈ ആളെ ഈ ഒരു വേദിയിൽ കൊണ്ടുവരാൻ ഇവർക്ക് എന്താണ് ഇത്ര ഉത്സാഹമെന്നാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിന്തിച്ച് കിട്ടുന്നത് എന്താണ്? എൻ്റെ കല്യാണം ഫേമസ് ആകണം, എൻ്റെ കല്യാണം വൈറലാകണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഈ കാട്ടിക്കൂട്ടുന്നത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട നമ്മുടെ കൗമാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെയേറെ വേദനയും വിഷമവും തോന്നിപ്പോവുകയാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാർ ഈ വക തോന്നിവാസങ്ങളിൽ ഒരുപടി മുൻപിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത് എന്നത് പോലും അറിയാത്ത ഒരു വിഭാഗം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ. അലൻ ജോസ് പെരേര നിങ്ങൾ കണ്ടില്ലേ, ആ വേദിയിലേക്ക് വരുന്നു, ആ പെൺകുട്ടിക്ക് കൈ കൊടുക്കുന്നു. ആ പെൺകുട്ടിക്ക് കുറച്ചെങ്കിലും ഒരു അന്തമുള്ളതുകൊണ്ട് അവളുടെ കൈ കൊടുക്കാതെ അതിനെ തിരസ്കരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഈ അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ആ വ്യക്തിക്ക് പോലും അറിയാം തന്നെ കൊണ്ടുവരുന്നത് ഒരു കോമാളിയായിട്ട് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. അല്ലാതെ അദ്ദേഹത്തിന് എന്ത് ക്വാളിറ്റിയാണുള്ളത്? ഞാൻ യാഥാർത്ഥ്യം പറയുകയാണ്. അദ്ദേഹത്തിനെ കൊണ്ടുവന്ന ഈ പരിപാടി മുതൽ ഓരോ വിവാഹ വേദികളും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. എത്ര മലീമസമായിട്ടാണ് ആ വേദികളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിക്കാഹിൻ്റെ വേദികളിൽ തങ്ങന്മാരെയും വലിയ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും സാദാത്തുക്കളൊക്കെ കൊണ്ടുവന്നിട്ട് അവരൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് നിക്കാഹ് എന്ന് പറയുന്ന ആ ഒരു നല്ല കർമ്മം അങ്ങ് നടത്തി കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിച്ച് ആ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വേദിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെ തുടങ്ങുകയാണ് DJ പാട്ടുകളുടെ അകമ്പടികൾ. പിന്നെ ആണും പെണ്ണും ഒരുമിച്ച് കലർന്നുകൊണ്ടുള്ള ഡാൻസുകളും പേക്കൂത്തുകളെന്ന് അടിവരയിട്ടുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. ഒരിക്കലും അള്ളാൻ്റെ ഹബീബ് പഠിപ്പിക്കാത്തതാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് നമുക്കും അറിയാം, ഈ നടത്തുന്ന ആളുകൾക്കും അറിയാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ എന്താണ് ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും ഫേമസ് ആവണം. നിങ്ങൾ ചിന്തിക്ക്, ഇതിപ്പോൾ ഒരു കുടുംബത്തിൽ നടക്കുമ്പോൾ ഇതിനെ അതേപോലെ മറ്റുള്ള ആളുകൾ അനുധാവനം ചെയ്യാണ്, അല്ലെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് അവർ പകർത്തുകയാണ്. ഈ കല്യാണം നടത്തുന്ന വ്യക്തികൾ മറ്റുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ കല്യാണവും നടത്തണമെന്ന്? ഇല്ല. ആ ഒരു വേദിയിൽ പങ്കെടുത്ത ഓരോ വ്യക്തികൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർക്ക് തോന്നുകയാണ് എൻ്റെ കല്യാണം ഇതുപോലെ നടത്തണമെന്ന്. അതിന് സാഹചര്യം ഒരുക്കി കൊടുത്തതാരാ? ഈ കുടുംബക്കാരാണ്. അവർ ഇനി ഇതുപോലെ ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ കുറ്റവും നിങ്ങൾ പേറേണ്ടി വരുമെന്ന് കൂടി മനസ്സിലാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന്. നിക്കാഹിൻ്റെ വേദിയിലേക്ക് കല്യാണ പെണ്ണിനെ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പുതിയാപ്പളനെ വരനെ കൊണ്ടുവരുന്നത് മയ്യത്ത് കട്ടിലിലാണ്, ശവപ്പെട്ടികളിലാണ്. അതുപോലെ തന്നെ കേക്ക് മുറിച്ച് കൊടുക്കുകയാണ് നിക്കാഹ് കഴിഞ്ഞിട്ട്. എന്താ കേക്ക്? ഏതാ രൂപം? മലത്തിൻ്റെ രൂപത്തിൽ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണിതൊക്കെ. എത്രത്തോളം അധപ്പതിച്ചിട്ടാണ് നമ്മുടെ ഈ കൗമ പോകുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ യഥാർത്ഥത്തിൽ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളുടെ കല്യാണങ്ങൾ നമ്മൾ മാതൃകയാക്കേണ്ട രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അവരുടെ ഒക്കെ ചടങ്ങുകൾ എന്ന് പറയുന്നത് എത്ര വൃത്തിയിലാണ്, കാണാൻ തന്നെ എന്തൊരു സുന്ദരമാണ് ആ ചടങ്ങുകൾ. ആ ചടങ്ങുകളുടെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് നമ്മുടെ ഹൈന്ദവ ക്രൈസ്തവർ അവരുടെ കല്യാണ വേദികൾ അലങ്കരിക്കുമ്പോൾ നമ്മുടെ കൗമ് ചെയ്യുന്നത് എന്താണ്?
ഇങ്ങനെ ഒരു വേദിയെ എത്രത്തോളം മലീമസമാക്കാൻ കഴിയോ അത്രത്തോളം മലീമസമാക്കി ഇകഴ്ത്തി മറ്റുള്ള ആളുകൾക്ക് ഇതാ കണ്ടീലെ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ അവഹേളിച്ച് കാണിച്ചു കൊടുക്കുക. എന്താണ് ഇവർ ചെയ്യുന്നത്? സിനിമാ നടന്മാരെ കൊണ്ടുവരികയാണ് ഇപ്പോൾ ആ വേദികളിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്, എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ഈ ഒരു കൗമ എന്ന്. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, എന്താണെന്നറിയോ? മാ നബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ. ശരിക്ക് ശ്രദ്ധിച്ച് കേട്ടോളീം. മാ ഒന്നിനെ, നബത്ത മുളപ്പിച്ചിരിക്കുന്നു, ഫിൽ ഹറാമി ഹറാമിൽ, ഫഹുവ ആ ഒന്ന്, ഔല അതടുത്തിരിക്കുന്നു, ഫിന്നാർ നരകത്തിനോട്. ഈ ഹദീസിൻ്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഇതേ സംഗതിയല്ലേ നമ്മുടെ കല്യാണ വേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഹറാമ് കൊണ്ട് നൃത്തം ചെയ്യല്ലേ? കല്യാണം എന്ന് പറയുന്നത് പവിത്രമാക്കപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ആ തുടക്കം തന്നെ ഹറാമുകളെ കൊണ്ട് അലങ്കൃതമാക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിലൊരു തരിമ്പ് ബറക്കത്ത് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാകുമോ? ആ ഒരു കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തില്ല എങ്കിൽ അവിടെ കലഹങ്ങൾ വരൂലേ? ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുമോ? ആ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമോ? ഒരിക്കലും നമുക്ക് കാണാൻ കഴിയൂല. എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ചില ആളുകളുണ്ട്, ചാനലുകാർ, ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരൊക്കെ ചില പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒക്കെ മുമ്പിലേക്ക് മൈക്കും താങ്ങി പിടിച്ചുകൊണ്ട് പോയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന്. അപ്പം നിങ്ങൾ പറയുന്ന ചില മറുപടികളുണ്ട്, ഒരുമിച്ച് കിടക്കാൻ, ചില സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് വേണ്ട തൊള്ളയിൽ തോന്നിയ മറുപടികളും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കാർക്കും എന്തിനാണ് യഥാർത്ഥത്തിൽ കല്യാണം കഴിക്കേണ്ടതെന്ന് പോലും അറിയില്ല നമ്മുടെ ചെറുപ്പക്കാർക്ക്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള വേദികൾ ഇത്രത്തോളം മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്ക് നിങ്ങൾ, എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന്. കല്യാണം കഴിക്കുന്നത് അള്ളാഹുവിൻ്റെ സുവലോക സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ലേ? ഈ ദാമ്പത്യ ജീവിതത്തിൽ ഈ വധുവിൻ്റെയും വരൻ്റെയും ഇടയിൽ സന്തോഷം നിലനിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ലേ നമ്മൾ ഈ കല്യാണം ഇത്രമേൽ മനോഹരമായിട്ട് അള്ളാൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു വേദിയിൽ ഇത്രയും കോപ്രായങ്ങൾ കടത്തിക്കൂട്ടുമ്പോൾ ഫാമിലിയുടെ, കുടുംബക്കാരുടെ മുഴുവൻ സപ്പോർട്ടാണ്. മൗനം അനുവാദം എന്നുള്ള നിലയിൽ പല മാതാപിതാക്കളും മാറി നിന്നുകൊണ്ട് കണ്ട് കൈയിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ നിന്ന് ചിരിച്ചു കൊടുക്കുകയാണ്. മക്കൾക്ക് ഹരമാണ്. മറ്റുള്ള ആളുകൾ കാണുമ്പോൾ അവൻ്റെ മാതാപിതാക്കളെ പോലെ എൻ്റെ മാതാപിതാക്കളായിരുന്നെങ്കിലെന്ന് ചില ആൾക്കാർ വിചാരിക്കുകയാണ്. എന്തേ കാരണം? നമ്മുടെ കൗമ് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇതിൻ്റെ ഒക്കെ ഉത്തരവാദി ഇതാരാണോ ആദ്യം തുടങ്ങി വെച്ചത് അവർ കൂടെയാണ് എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എത്ര ഗൗരവപരമായിട്ടുള്ള കാര്യമാണ്. അള്ളാൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെയാണ് ഇവരിവിടെ എടുത്ത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. പടച്ചോൻ വെറുതെ വിടുവോ? ഒന്ന് ആലോചിക്ക്, ചിന്തിക്ക്. പല കുടുംബക്കാരും ഇത് മാതൃകയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും അവരെ നിർബന്ധിച്ചിട്ടാണോ? അല്ല. മറ്റുള്ള ആളുകൾ പറയുന്നത് എന്താണ്? പള്ളി കമ്മിറ്റിയുടെ പ്രസിഡൻറ്റിൻ്റെ, സെക്രട്ടറിൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? വലിയ ധനികനാണ്, പണമുള്ള ആളാണ്. അവർക്ക് അങ്ങനെ ആവാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ആയിക്കൂടെ? പല ആളുകളും കടം വാങ്ങിച്ചുകൊണ്ടാണ് പല ആളുകളെയും പുറത്തുനിന്ന് വിളിച്ചിട്ട് അവരെ കൊടുന്നിട്ട് പാട്ട് പാടി ഗാനമേള നടത്തിയിട്ട് കല്യാണം നടത്തുന്നത്. അള്ളാൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എത്രത്തോളം കല്യാണങ്ങൾ ചുരുക്കി കഴിക്കുന്നോ അത്രത്തോളം ആ വിവാഹത്തിൽ, ആ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമെന്നാണ്. ഇന്ന് ആ ബറക്കത്ത് കാണുന്നുണ്ടോ? ഇന്ന് കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴത്തേന് പെണ്ണും ചെക്കനും തമ്മിൽ ഒത്തുപോകാത്ത ഒരു രൂപം. മധ്യസ്ഥന്മാർ മധ്യസ്ഥത വഹിക്കുന്നു, എന്നിട്ടും ഒരു കാര്യമില്ല. അവസാനം അവരെന്ത് ചെയ്യാണ്? രണ്ടാളും വേർപിരിയാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്തേ കാരണം? ബറക്കത്തില്ലായ്മയാണ്. ആ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാൻ്റെ ഹബീബിൻ്റെ ഒക്കെ ആ ഒരു സുന്നത്തിന് അത്രത്തോളം നിഷേധിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു തരി
ബർക്കത്തുണ്ടാകുമോ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ? ഇത് മാറണം എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെല്ലാവരും വിചാരിക്കണം എന്നില്ല. ഒരു കുടുംബം വിചാരിക്കട്ടെ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ നടത്താൻ സമ്മതിക്കൂല. ഒരു പെൺകുട്ടി വിചാരിക്കട്ടെ, ഇങ്ങനെയുള്ള ഒരു ആളെ ഞാൻ വിവാഹം കഴിക്കൂല. ഒരു വരൻ വിചാരിക്കട്ടെ, ഇങ്ങനെ ഒരു പരിപാടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു കോപ്രായങ്ങൾ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കല്യാണത്തിൽ ഞാൻ നടത്തൂല എന്ന് വിചാരിച്ചാൽ, ഓരോ കുടുംബവും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ സംഗതി മാറും. പക്ഷേ പലരും ഇങ്ങനെയുള്ള പരിപാടി കാണുമ്പോൾ ഇൻ്റെത് ഇതിനേക്കാൾ ഉഷാറാക്കാൻ നോക്കുകയാണ് പലരും ചെയ്യാറുള്ളത്. അവിടെയാണ് നമ്മൾ അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ വിസ്മരിക്കാതിരിക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.